നമസ്കാരം. ഏറ്റുമാനൂരിൽ ഷൈനിയും മക്കളും ജീവനൊടുക്കിയതിൻ്റെ പിന്നിൽ ഭർത്താവ് നോബിയുടെ ക്രൂരതയാണ് എന്ന് ലോകത്തോട് ആദ്യം വിളിച്ചു പറഞ്ഞത് തൊടുപുഴ സ്വദേശിനിയായിട്ടുള്ള ലിസി എന്ന ചേച്ചിയാണ്. ലിസി ചേച്ചിയുടെ ആ തുറന്നു പറച്ചിലാണ് ലോകം മുഴുവൻ നോബിയുടെ ക്രൂരത മനസ്സിലാക്കിയതും ഒടുവിൽ പോലീസ് നോബിയെ അറസ്റ്റ് ചെയ്യുന്നതും. പോകാനുള്ള കാരണം പറയുന്നത് അവളുടെ കെട്ടിയവൻ്റെ ശാരീരിക പീഡനം വലുതായിരുന്നു. ശാരീരികമായിട്ടുള്ള ഉപദ്രവമായിരുന്നു കൂടുതൽ. ഇവളൊന്നും പറയാറില്ല. സാധാരണ രീതിയിൽ ഒരു പ്രതികരിക്കുകയോ അങ്ങനെയൊന്നും ഉള്ള ഒരു പെണ്ണല്ല. ഇപ്പോൾ ഒരു മുറി അടിക്കുവാണെങ്കിൽ ആ മുറി വന്ന് നിന്ന് അവനെ അടിച്ചടിച്ച് അടിയിടി കഴുത്തിന് കുത്തിപ്പിടി അങ്ങനെ. അടുത്ത മുറിയിൽ എന്നാലും ഇവളൊന്നും പ്രതികരിക്കുന്നില്ല. അടുത്ത മുറി പോയി ഈ ജോലി ചെയ്യുമ്പോഴും ആ മുറിയിലോട്ട് വന്ന വഴക്ക്. ഇവൻ അപ്പനെ അമ്മേനെ വിളിച്ച് പറഞ്ഞു, നിങ്ങളുടെ മകളെ വേണമെങ്കിൽ ഒന്ന് കൊണ്ടുപോക്കോ, ഇല്ലെങ്കിൽ നിങ്ങൾ ശവയമാണെന്ന് പറഞ്ഞു. നോബി പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പം ഇതുങ്ങൾ പേടിച്ചു പോയി. അവര് രാവിലെ 6:30 ട്രെയിന് മുമ്പ് ചാടിയില്ലോ. അന്നേ ദിവസം പകൽ രാവിലെ ഇവിടെ ഉണ്ടായിരുന്നെന്നാണ് അറിഞ്ഞത്. നോബി അല്ലേ. പക്ഷെ ഒരു തൊഴിൽ ചെയ്ത് അവരുടെ കുഞ്ഞുങ്ങളെ, അത് ആരുടെ കുഞ്ഞാ? ഈ അച്ഛന്റെ സഹോദരന്റെ കുഞ്ഞല്ലേ, ഈ കുടുംബത്തിലെ കുഞ്ഞുങ്ങളല്ലേ. ആ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ ഈ പണി ചെയ്തത്. ഇതൊക്കെ നീതിയാണ്. കാരണം അവളുടെ കയ്യിലെ ദോഷം കൊണ്ടല്ല അവള് മരിച്ചത്. അവളുടെ ഭർത്താവിന്റെ കുടുംബക്കാരുടെ ദോഷം കൊണ്ട് തന്നെയാണ് അവൾ മരിച്ചത്. ലിസ് ചേച്ചി മറുനാടിനൊപ്പം ചേരുകയാണ്. ഈ ആദ്യമായിട്ട് ഇത് പുറത്ത് പറഞ്ഞുകൊണ്ടാണ് ലോകം മുഴുവൻ ഈ സംഭവം. എന്താ അങ്ങനെ പറയാൻ കാരണം? അങ്ങനെ പറയാൻ കാരണം, നമുക്ക് ഞാൻ പള്ളിയിൽ കുർബാന കൂടുമായിരുന്നു. അപ്പം ഈ കുഞ്ഞുങ്ങളുടെ മരണത്തെ ഓർത്ത് എനിക്ക് വളരെ വിഷമം ഉണ്ടായിരുന്നേ, ഭയങ്കര സങ്കടമായിരുന്നു എനിക്ക്. അപ്പം ഞാൻ ഒത്തിരി ഇങ്ങനെ ഈശോയോടാണ് കൂടുതലെന്ന് സംസാരിച്ചത്. അപ്പം അത് കഴിഞ്ഞപ്പോൾ അച്ഛൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ ശവടക്ക് ഇവിടെയാണ് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. എന്നിട്ട് പുറത്തിറങ്ങി കഴിഞ്ഞപ്പം എല്ലാവരും തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അന്നേരം ഞാൻ പറഞ്ഞു, എല്ലാവരും സ്വന്തമായിട്ട് അങ്ങ് അയ്യോ നമുക്ക് വിഷമമുണ്ടെന്ന് പറഞ്ഞിട്ട് എന്നാ കാര്യം? ഈ എന്തെങ്കിലും നമുക്കൊന്ന് ഒരു പ്രതിഷേധം വേണ്ടേ? എന്തെങ്കിലും നമ്മളൊന്ന് ചെയ്യണ്ടേ? ഒരു പ്രതിഷേധവും ഇല്ലാതെ നമ്മളെപ്പോലെ ഇവിടെ വന്ന ഒരു പെൺകുഞ്ഞല്ലേ അത്. അവൾ നമ്മളെ ഒപ്പം നിൽക്കേണ്ടവളാണ്. അവൾക്കാണ് ഇപ്പോൾ ഈ 3 പേർക്കാണ് ഈ ദുരനുഭവം വന്നിരിക്കുന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും പ്രതിഷേധിക്കാൻ പറ്റുമെങ്കിൽ പ്രതിഷേധിക്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ വീട്ടിലേക്ക് പോകുന്നു. അത് കഴിഞ്ഞപ്പോൾ ആരാണ് എൻ്റെ നമ്പർ കൊടുത്തതെന്നൊന്നും എനിക്കറിയത്തില്ല. ഇങ്ങനെ വിളിച്ചു, ഇങ്ങനെ ചേച്ചി പിന്നെ അവിടെ വന്ന ചേച്ചിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്നൊക്കെ ചോദിച്ചു. പറയാമോ എന്ന് ചോദിച്ചു. അപ്പം എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറയാം, അല്ലാതെ ഞാനിപ്പോൾ എന്നാ പറയണേന്ന്. അങ്ങനെയാണ് സിജു അവിടെ വന്നത്, എന്നോട് ചോദിച്ചതും ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞത്. ഈ കാര്യങ്ങളൊക്കെ ചേച്ചി എങ്ങനെ അറിഞ്ഞത്? ഞാൻ അറിഞ്ഞത് എനിക്കിവരെ അറിയാം നേരത്തെ തൊട്ട്. പിന്നെ എൻ്റെ ചേച്ചി അവരുടെ തൊട്ടടുത്തായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ അവരുടെ ചേച്ചിയുടെ അടുത്തൊക്കെ ചെല്ലുമ്പോൾ ഇവളിങ്ങനെ സ്കൂട്ടറിൽ, ആ ചേച്ചിയുടെ തൊട്ടപ്പുറത്തെ പറമ്പാണ്, കുറച്ചുകൂടെ അങ്ങ് പോകണം. അന്നേരം ഈ സ്കൂട്ടറിൽ ഇങ്ങനെ പോകുമ്പം ചേച്ചിയോട് ചോദിച്ചേട്ടി, നീ ആ പെണ്ണിനെ കണ്ടിട്ടില്ലേ? അവൾ ഞാൻ നല്ല മിടുക്കി പെണ്ണാന്നറിയാവോ? ഈ പ്രദേശത്ത് ഇതുപോലൊരു പെങ്കൊച്ച് വന്നിട്ടില്ല. അതായത് വീട്ടിലെ കാര്യം, കാരണന്മാരുടെ കാര്യം, പറമ്പിലെ കാര്യം, കൃഷികാര്യം, വിൽപ്പന, അങ്ങനെ എല്ലാത്തിനും അവൾ ഭയങ്കര ആക്റ്റീവാണ് എന്നൊക്കെ പറഞ്ഞു. അതുകൂടാതെ എൻ്റെ മോൻ്റെ പിള്ളേരും ഇവരൊക്കെ അടുത്ത് പഠിക്കുന്നു. പിന്നെ ഞങ്ങൾ KCWAയിലെ അംഗങ്ങളാണ്. പിന്നെ എനിക്ക് ഈ മുട്ടക്കോഴിയുടെ വിൽപ്പനയുണ്ട്, മുട്ടക്കോഴി. അപ്പോൾ അവൾ എൻ്റെ അടുത്ത് വന്ന് മുട്ടക്കോഴി മേടിക്കുകയും ഞങ്ങൾ കൊടുക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അതുകൂടാതെ പിന്നെ ഇവളുടെ ഈ ബുദ്ധിമുട്ട് വന്ന കാര്യം അറിഞ്ഞത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇവിടുന്ന് പോയി എന്നുള്ളത് ഞങ്ങൾ അറിഞ്ഞായിരുന്നു. പക്ഷേ അതിന് ശേഷം ഈ മോൻ ഡോൺ ബോസ്കോയിൽ പഠിക്കുന്നുണ്ട്, എൻ്റെ മോൻ്റെ കൊച്ചും പഠിക്കുന്നുണ്ട്. രണ്ടുപേരും ഒരു സ്ഥലത്ത്. ഇവൻ ഒരു 9-ലും എൻ്റെ കൊച്ച് 8-ലുമാണ്. അപ്പം ഞങ്ങൾ ഈ 2-ാം ശനിയാഴ്ച കാണാൻ പോയപ്പം അവിടെ ചെന്നപ്പം ഈ ഷൈനിയുണ്ട്, പിള്ളേരും ഉണ്ട്, അവളുടെ അമ്മയും അപ്പനും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവളെ വീട്ടിൽ നിന്ന് വിട്ടതിന് ശേഷമാണ് വരുന്നത്. അപ്പം ഞങ്ങളും അവിടെ ചെന്നു. അന്നേരം ഞങ്ങൾ ഒത്തിരി വർത്തമാനമൊക്കെ പറഞ്ഞു. ആ സമയത്തിലാണ് അവൾ ഈ കാര്യങ്ങളെല്ലാം തുറന്ന് പറഞ്ഞത് എന്നോട്. ഇവിടെ നടന്ന സംഭവം എന്നാന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ. ആ നടന്ന സംഭവങ്ങൾ മുഴുവൻ ഷൈനി എന്നോട് പറഞ്ഞതാണ്. അവൾ ഒത്തിരി കരഞ്ഞു, ഞങ്ങളും കരഞ്ഞു. പിന്നെ എൻ്റെ മകൻ്റെ ഭാര്യയൊക്കെ കെട്ടിപ്പിടിച്ച് ഒത്തിരി നേരം കരഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ ഷൈനി, നീ വിഷമിക്കാതെ, നീ ഒരു പ്രൊഫഷണൽ നേഴ്സല്ലേ,
അപ്പം എവിടെയാണേലും ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നിനക്ക് എവിടെയെങ്കിലും ഒരു ജോലി കിട്ടും, ഈ കുഞ്ഞുങ്ങളെ വളർത്താൻ നിനക്ക് ബുദ്ധിമുട്ട് വരികയില്ല. പിന്നീട് എന്നാണേലും നമുക്ക് സ്വാഭാവികമായിട്ട് ഈ വഴക്കും പിണക്കമൊക്കെ മാറും. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഒന്നിച്ച് ജീവിക്കുകയും ചെയ്യാം. ഇങ്ങനെയെല്ലാം പറഞ്ഞാണ് ഞങ്ങൾ അവിടെ നിന്ന് അന്ന് പിരിഞ്ഞത്. അന്ന് ആ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അത്രയും ക്രൂരമായ പീഡനങ്ങൾ അവിടെ നിന്ന് ഏറ്റുവാങ്ങി പാവം ഭയങ്കര കരച്ചിലായിരുന്നു. അന്നേരം തന്നെ അവൾ പറഞ്ഞു, എനിക്ക് ഒരിക്കലും അവിടുന്ന് പോരാൻ ഇഷ്ടമില്ല, എൻ്റെ ഭർത്താവിനെ എനിക്കിഷ്ടമാണ്, ആ കുടുംബത്തോടും അത്രയും സ്നേഹമുള്ളതുകൊണ്ടല്ലേ ആ കൊച്ചിത്ര ഇതുപോലെ ഒരു കൃഷി ചെയ്താണേലും ജീവിക്കാൻ വേണ്ടി ആഗ്രഹിച്ചത് അല്ലേ. അപ്പോൾ അതാണ് സംഭവം. അങ്ങനെയാണ് ഞാൻ പൂർണ്ണമായിട്ട് ഇവള് ഏറ്റുവാങ്ങിയ വിഷമതകൾ അറിഞ്ഞത്. ചേച്ചി ഇത് തുറന്നു പറഞ്ഞ് എല്ലാവരും കണ്ടു. അതിനുശേഷം ചേച്ചി ആരെങ്കിലും വിളിച്ച് വഴക്ക് പറയോ, അങ്ങനെ എന്തെങ്കിലും ചെയ്തു? എന്നെ ആരും വിളിച്ച് വഴക്കൊന്നും പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. എന്നോട് ചേച്ചി അത് പറഞ്ഞല്ലോ എന്നുള്ളതേ പറഞ്ഞുള്ളൂ. പക്ഷേ ഞാനത് പറഞ്ഞു എന്നുള്ളത് എനിക്ക് വേറെ ഒരു പേര് കിട്ടാനോ അങ്ങനെയുള്ള എനിക്ക് ഇതിലൊന്നും വലിയ ആഗ്രഹമുള്ള വ്യക്തിയൊന്നുമല്ല. കാരണം ഞാൻ ഈ നീതി, ഒരു പെണ്ണിന് ഒരു വിഷമം ഉണ്ടായാൽ ഞാൻ അവളുടെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അത് ഇതിനു മുമ്പും പലർക്കും സംഭവിച്ചിട്ടുണ്ട്. പലരെയും പല പ്രാവശ്യങ്ങളിൽ പലർക്കുണ്ടായ ബുദ്ധിമുട്ടുകളിൽ ഞാൻ അവരോട് നിന്നിട്ടുണ്ട്, അവർക്കൊരു തൊഴിലാക്കി കൊടുത്തിട്ടുണ്ട്, അതുപോലെ അവർക്ക് വേണ്ട സാഹചര്യങ്ങൾ ഞാൻ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. അപ്പം ഒരു പെണ്ണെന്ന് പറയുന്ന വ്യക്തിയോട് ക്രൂരമായിട്ട് പെരുമാറുന്നത് നേരത്തെ തൊട്ടേ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയല്ല, എനിക്കത് ഇഷ്ടമല്ല. എനിക്കൊരു മോളുണ്ട്, അവളെ കെട്ടിച്ചു വിട്ടു, അവർ UK-യിലാണ്, അവൾക്ക് 4 മക്കളുണ്ട്. എൻ്റെ മോൻ കല്യാണം കഴിച്ചു വന്നു, അവർക്ക് 5 മക്കളുണ്ട്. ഞങ്ങൾ വളരെ സന്തോഷത്തോടെ, അതായത് എൻ്റെ മോള് കെട്ടിച്ചു വിട്ടു, അതുപോലൊരു പെണ്ണിങ്ങോട്ടും വന്നു. ഞങ്ങളുടെ വീട്ടിലാണെങ്കിലും എൻ്റെ മോളുടെ പേര് ടിൻറ്റു എന്നും എൻ്റെ വന്ന മോളുടെ പേര് അൻറ്റു എന്നുമാണ്. ഇപ്പം മോൾ അവിടെ നിന്ന് വിളിക്കുമ്പോഴും പെട്ടെന്ന് എന്നാടി അൻറ്റു എന്നാണ് ചോദിക്കണേ. അന്നേരത്തേനും അവൾ പറയും, മമ്മി എൻ്റെ പേര് മറന്നുപോയി, പപ്പ എൻ്റെ പേര് മറന്നുപോയി. ഞാൻ പറയും, എടി എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയുടെ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ, നീ വിഷമിക്കണ്ട. പപ്പ വരെ ചിലപ്പോൾ പറയും, എടി പോടി, എപ്പോഴും പറയുന്നതുകൊണ്ടല്ലേ. അതുപോലെയുള്ള ഞാൻ എൻ്റെ വന്ന മകളെയും സ്നേഹിക്കുന്നത്. ആ രീതിക്ക് എനിക്ക് അങ്ങനെയാണ് കാണാൻ പറ്റത്തുള്ളൂ. അവൾ വന്നതിന് ശേഷമാണെങ്കിലും എൻ്റെ മോൻ കുവൈറ്റിലൊക്കെ ആയിരുന്ന സമയത്ത് ഞാനിവളെ അവൾക്കുള്ളൊരു വാസന എന്ന് പറഞ്ഞാൽ, അവൾ നേഴ്സാണ്, അപ്പോൾ അവൾക്കുള്ളൊരു വാസന ഈ ബ്യൂട്ടീഷ്യൻ കോഴ്സ്, തയ്യൽ, അങ്ങനെയൊക്കെ വളരെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പോൾ അവനിവിടെ ഇല്ലാതിരുന്ന സമയത്ത് ഞാൻ അത് വിട്ട് പഠിപ്പിച്ച് അവൾ ബ്യൂട്ടീഷ്യനൊക്കെ ഇഷ്ടംപോലെ ചെയ്യാൻ പോയിട്ടുമുണ്ട്, ചെയ്യുന്നുമുണ്ട്, തയ്ക്കുന്നുമുണ്ട്. അങ്ങനെയുള്ള നല്ല പരിപാടികളോട് ഞാൻ അവളെ നോക്കുന്നത്. അവൾ അതുപോലെ തന്നെയാണ് എന്നെയും കരുതുന്നത്. ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ് കഴിയുന്നത്. അമ്മ എന്ന രീതിയിൽ തന്നെയാണ് ഷൈനിക്ക് വേണ്ട കാര്യങ്ങളും അമ്മ പറഞ്ഞത്. അത് തന്നെ. ഞാനിതിന് ഈ ഒരാൾക്ക് വേണ്ടിയിട്ടൊന്നുമല്ല, ഞാൻ പലരെയും ഞാൻ സഹായിച്ചിട്ടുണ്ട്. അതായത് പല ആണുങ്ങൾ ഈ പെണ്ണുങ്ങളെ അടിക്കുകയും തല്ലുകയും ഇറക്കി വിടുകയൊക്കെ ചെയ്ത സമയങ്ങളിൽ അവർക്ക് വേണ്ടി ഞാൻ ചെയ്തിട്ടുണ്ട്. അവരെ ഇവിടുന്ന് ഞാൻ ഇസ്രായേലിന് വരെ വിട്ട് ജോലി മേടിച്ച് കൊടുത്ത് ഇന്ന് വളരെ സന്തോഷത്തോടെ ജീവിക്കുന്ന പെണ്ണുങ്ങളും ഉണ്ട്. ചേച്ചി അത് ആദരിക്കണമെന്നൊക്കെ പറയുന്നത് കേട്ടല്ലോ. എന്നെ ആരും ആദരിക്കേണ്ട, ഞാനൊട്ട് എനിക്ക് ആദരവ് ആവശ്യവുമില്ല. ദൈവത്തിൻ്റെ എനിക്കിത്രേ ഉള്ളൂ. ദൈവത്തിൻ്റെ തിരുമുമ്പിൽ ഞാൻ പറഞ്ഞത് എന്തെങ്കിലും തെറ്റുണ്ടോ എന്നോട് ക്ഷമിക്കണമെന്നേ ഉള്ളൂ. ഈ കുഞ്ഞിനൊരു നീതി കിട്ടണം നിൻ്റെ തിരുമുമ്പിലെങ്കിലും എന്നേ ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. പരിശുദ്ധാത്മാവിൻ്റെ ഒരു അഭിഷേകമാണ് എനിക്ക് ആ പറയാനുള്ള പ്രചോദനമെന്ന് ഞാൻ കരുതുന്നു. എനിക്ക് ദൈവത്തിൻ്റെ ഒരു അഭിഷേകം കൊണ്ടാണ് എനിക്കത് പറയാൻ പറ്റിയത് എന്ന് ഞാൻ വിശ്വസിക്കുക. ഞാൻ ദൈവത്തിൽ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. ലിസ് ചേച്ചിയുടെ ആ ധൈര്യപൂർവ്വമുള്ള, അല്ലെങ്കിൽ ഒരു അമ്മയ്ക്ക് തോന്നുന്ന സ്നേഹം ഒരു മകളോട് എങ്ങനെയാണ് തോന്നുന്നത്, സ്വന്തം മകൾക്ക് എന്താണ് സംഭവിക്കുക, അപ്പോൾ ആ ഒരു സമയത്ത് ചെയ്യാൻ പറ്റാവുന്നതാണ് ലിസ് ചേച്ചി ചെയ്തത്. ആ തുറന്നു പറച്ചിലാണ് ഇന്ന് നോബിയുടെ ആ ഒരു ക്രൂര മനസ്സ് ലോകത്തിന് മുന്നിൽ അറിയാൻ കഴിഞ്ഞതും നോബിയെ പോലീസ് അറസ്റ്റ് ചെയ്തതും. ലിസ് ചേച്ചിക്ക് ഒരുപാട് അഭിനന്ദനങ്ങൾ. തൊടുപുഴയിൽ നിന്നും DK ദിലീപിനോടൊപ്പം R. പിയൂഷ്, മറുനാടൻ TV.